സോ വെൽക്കം ബാക്ക് ടു ടെക് ലെയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് റൊമാൻറ്റിക് ഏജിൻ്റെ ഫീച്ചേഴ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇത് ബേസിക്കലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എം എ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് അവർക്കൊരു പേപ്പറുണ്ട് 19th സെഞ്ച്വറി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിൻ്റെ അകത്ത് റൊമാൻറ്റിക് പീരീഡും അതുപോലെ തന്നെ വിക്ടോറിയൻ പീരീഡും ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു ടെക്സ്റ്റിൻ്റെ പകുതി അല്ലെങ്കിൽ ആ ഒരു സിലബസിന് പകുതിയും റൊമാൻറ്റിക്കും പകുതിയും വിക്ടോറിയനാണ്. അപ്പോൾ രണ്ട് ഏജസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫോക്കസ് ചെയ്യുന്ന റൊമാൻറ്റിക് ഏജാണ്. ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പകുതി പോർഷൻ ചെയ്യുന്നത്, അതായത് ഓവറോൾ ഒരു പകുതി പോർഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഏരിയ കവർ ചെയ്ത പോലെ ആയിരിക്കും നിങ്ങളുടെ സിലബസിൻ്റെ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയധികം ടോപ്പിക്സ് ഉണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ട്, സെക്കൻഡ് റൈസ് ഓഫ് റൊമാൻറ്റിസിസം, തേർഡ് കോൺട്രാസ്റ്റ് വിത്ത് നിയോ ക്ലാസിസം, ലവ് ഫോർ ഫ്രീഡം, സൂപ്പർ നാച്ചുറലിസം, സബ്ജക്റ്റിവിറ്റി, വെറൈറ്റി ഓഫ് മൂഡ്സ്, സിംപ്ലിസിറ്റി ഇൻ സ്റ്റൈൽ ആൻഡ് ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ. ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു റൊമാൻറ്റിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. സോ ഫസ്റ്റ് നമ്മൾ അത്ര നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്ഷനിലോട്ട് പോകുന്നുണ്ട്, അതാണ് ഓതേഴ്സ് ഓഫ് റൊമാൻറ്റിക് പീരീഡ്. അപ്പം റൊമാൻറ്റിക് പീരീഡിലുള്ള ഓതേഴ്സ് നമുക്ക് പഠിക്കാനുള്ളവരാണ് ഇവരെല്ലാം. വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, വില്യം ബ്ലേക്ക്. അപ്പം ഇവരെ എല്ലാവരെയും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ സെക്ഷനകത്ത് നോക്കുവാണെങ്കിൽ റൊമാൻറ്റിസിസം ഓഫോൺ കൺസിഡർഡ് ആസ് റൊമാൻറ്റിക് ഏജ് ഓർ റൊമാൻറ്റിക് ഇറ വാസ് ആൻ ആർട്ടിസ്റ്റിക്, ലിറ്റററി ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് യൂറോപ്പ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇതൊരു ആർട്ടിസ്റ്റിക്, ലിറ്റററി ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റാണ്. നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. മെനി ഡിഫറെൻറ്റ് ഡേറ്റ്സ് ആർ ഗിവൺ ഫോർ ദി റൈസ് ഓഫ് റൊമാൻറ്റിക് ഏജ്, ബട്ട് ദി പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ് ബൈ William Wordsworth and S. T. Coleridge in 1798 is taken as the beginning of the Romantic era. അപ്പോൾ ഇതറിയാലോ, ഈ ഒരു പീരീഡ് എന്നല്ല, ബാക്കി എല്ലാ ഒരു പീരീഡിലും ഒരു സഡൻ ഷിഫ്റ്റ് അല്ല വരുന്നത്. അതായത് ഒരു ഏജിൽ നിന്ന് അടുത്ത ഏജിലോട്ട് പെട്ടെന്ന് ഒരു ദിവസത്തെ ഒരു ഷിഫ്റ്റ് അല്ല വരുന്നത്. അവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്, അതിൽ നിന്ന് നേരെ ഇപ്പോഴത്തെ അടുത്ത ഏജിലോട്ട് മാറാൻ. അപ്പം ഇഷ്ടംപോലെ ഡേറ്റുകൾ നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് ഏജിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ് 1798 ലിറിക്കൽ ബാലഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എഴുതിയേക്കുന്ന വേർഡ്സ്വർത്തും പിന്നെ കോളറിഡ്ജ്, ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് എഴുതിയൊരു വർക്കാണ് ലിറിക്കൽ ബാലഡ്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത ഇയറാണ് നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് ഏജിൻ്റെ ബിഗിനിങ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. റൊമാൻറ്റിസിസം ഇൻ ലിറ്ററേച്ചർ കൺസേൺഡ് വിത്ത് 2 bits, റോക്ക് ഓഫ് ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ. അപ്പം ഈ ഒരു റൊമാൻറ്റിക് ഏജ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യമാണ്, ഒന്ന് ഇമാജിനേഷനും, രണ്ട് ഇമോഷനും ഫീലിംഗും ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. അതേ കണക്കിന് തന്നെയാണ് ഇമാജിനേഷൻ, അതായത് ഓരോരുത്തർ ഇമാജിൻ ചെയ്തുകൊണ്ട് വരുന്ന എഴുതത്തില്ല. അപ്പം അത് രണ്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ റീഡേഴ്സ് ടു എ വേൾഡ് ഓഫ് സ്ട്രേഞ്ച്നെസ് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ അതറിയാമല്ലോ, ഒരാളുടെ ഇമാജിനേഷൻ മറ്റൊരാൾക്ക് തികച്ചും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ പോയിൻ്റാണ് റൈസ് ഓഫ് റൊമാൻറ്റിസിസം. ഇത് ഇൻട്രൊഡക്ഷൻ പോലെ തന്നെയാണ്. റൊമാൻറ്റിക് മൂവ്മെൻറ്റ് ഡേറ്റ്സ് ഇറ്റ്സ് ഒറിജിൻ ഇൻ 1798 വിത്ത് പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ് ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് എസ് ടി കോളറിഡ്ജ്. ദിസ് മൂവ്മെൻറ്റ് ഇൻ ലിറ്ററേച്ചർ വാസ് preceded and accompanied by change in literary style. It was partially a reaction to the Industrial Revolution and also social and political norms of England as well as Europe. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇതെന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ ആയിരുന്നു. എന്തിന്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ ഒരു സമയത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയമാണ്. അവിടുത്തെ ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെതിരെയും സോഷ്യൽ പൊളിറ്റിക്കൽ നോംസിനെതിരെയും ഉള്ളൊരു റിയാക്ഷനായിട്ടാണ് ഈ ഒരു റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് വന്നത്. The rise of romanticism in English literature is somehow concerned with the age of enlightenment. The supreme romantic movement in English literature was the Renaissance. It had brought a transformation not only in England but also in Europe. അപ്പോൾ ഇവിടെ പറയുന്ന എൻലൈറ്റൻമെൻറ്റിനെയും പിന്നെ അതുപോലെ തന്നെ റിനൈസൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത നമ്മുടെ പോർഷനിലോട്ട് പോകുന്നതാണ് കോൺട്രാസ്റ്റ് വിത്ത് നിയോ ക്ലാസിസം.
സോ ഇതിനിടയ്ക്ക് ഇതിന് നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ ഫസ്റ്റ് MA പഠിക്കുന്ന ഫസ്റ്റ് സെമസ്റ്ററിന് എല്ലാ നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽസ് നമുക്കുണ്ട്. നിങ്ങൾ ടെലിഗ്രാമിൽ കയറി ജസ്റ്റ് ടെക് ലയർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന് എല്ലാ ചാനൽസും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ടെലിഗ്രാമിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സെല്ലാം കിട്ടുന്നുണ്ട്. ഈ ഒരു PDF ഫയലെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. സോ അടുത്ത് നോക്കാം, കോൺട്രാസ്റ്റ് വിത്ത് നിയോ ക്ലാസിസിസം. While taking about neoclassicism era, the romantic era is totally opposed to it. There is a great contrast with the neoclassicism and romanticism. The main difference between neoclassicism and romanticism is that neoclassicism emphasized on objectivity, order and restraint, whereas romanticism emphasized on imagination and emotion. Okay, അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏജും ഇങ്ങനെ സഡൻ ഷിഫ്റ്റിലല്ല വരുന്നത്, ഒരു ട്രാൻസിഷൻ അവിടെ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഈ ഒരു നിയോ ക്ലാസിസവും അതുപോലെ റൊമാൻറ്റിക് ഇറയും എടുത്ത് നോക്കുവാണെങ്കിൽ അത് രണ്ടും ഓപ്പോസിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു നിയോ ക്ലാസിസം ഫോക്കസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിവിറ്റിക്കും ഓർഡറിനും അതുപോലെ തന്നെ റെസ്ട്രെയിൻസ് ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ റൊമാൻറ്റിക്കിലോട്ട് വരുമ്പോൾ റൊമാൻറ്റിക് പീരീഡിൽ ഫോക്കസ് ചെയ്യുന്നത് ഇമാജിനേഷനും ഇമോഷനും ഒക്കെ ആയിരുന്നു. The main thing in the poetry of romantic is the break from the thraldom of rules and regulations. The main thing in the poetry of romanticism. അപ്പോൾ റൊമാൻറ്റിസിസം പോയട്രിയിൽ എന്താ ഉണ്ടെന്ന് വെച്ചാൽ ഈ ട്രാൽഡം എന്ന് വെച്ചാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ആരുടെയെങ്കിലും ഒരു അണ്ടർ കൺട്രോളിൽ നിൽക്കുക, അതായത് നമ്മുടെ കൺട്രോളിൽ വേറെ ആരെങ്കിലും നമ്മൾ റൂൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ട്രാൽഡം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്ന ഈ ഒരു ട്രാൽഡം, അതായത് ബാക്കിയുള്ള അണ്ടർ കൺട്രോളിൽ നിൽക്കുന്നവരിൽ നിന്നുള്ള അവരുടെ റൂൾസിൽ നിന്നും റെഗുലേഷൻസിൽ നിന്നുള്ള ഒരു ബ്രേക്കേജ് ആയിരുന്നു നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. പിന്നെ ലവ് ഫോർ ഫ്രീഡം. ഇൻ റൊമാൻറ്റിക് പോയട്രി ദ emphasis was laid on liberty and freedom of individual. Liberty and freedom of individual liberty, freedom ആണ് ഇവിടെ ഫോക്കസ് ചെയ്തിരുന്നത്. റൊമാൻറ്റിക് പോയറ്റ് വെയർ rebels against tyranny and brutality executed by tyrants and despots over human crushed by poverty and smashed by inhuman laws. English romanticism was an expression of the desire for freedom from the restraining forces of reason and assertion of right of feelings and imagination. Thus freedom is the breath in which the romantic poets breathed freely. So ഇവിടെ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം, ലിബേർട്ടി, അതായത് ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് എഴുതാൻ നിൽക്കാതെ സ്വന്തം ഇമാജിനേഷനും ഇമോഷൻസൊക്കെ വാല്യൂ കൊടുത്ത് ആ ഒരു രീതിയിൽ സ്വയമായിട്ടുള്ള ഒരു വർക്ക്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പീരീഡായിരുന്നു റൊമാൻറ്റിക് പീരീഡ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്താണ് സൂപ്പർ നാച്ചുറലിസം. ഇമാജിനേഷൻ വരുമ്പോൾ അവിടെ ഉറപ്പായിട്ടും വരുന്ന ഒരു പോയിൻ്റാണ് സൂപ്പർ നാച്ചുറലിസം. സൂപ്പർ നാച്ചുറലിസം ഈസ് അനദർ ഔട്ട്സ്റ്റാൻഡിംഗ് ക്വാളിറ്റി ഓഫ് റൊമാൻറ്റിക് പോയട്രി. Poets like Coleridge and Scott gave a sense of wonder and mystery to poetry. It was this supernaturalism that gave the atmosphere of wonder and mystery to the romantic poetry. Most of the romantic poets used supernatural elements in their poetry. Samuel Taylor Coleridge is the leading romantic poet in regarded and Kubla Khan is full of supernatural elements. അപ്പം സൂപ്പർ നാച്ചുറൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അവിടെ കുറച്ച് നമ്മളെ വണ്ടർ ഒക്കെ തരുന്നത്, നമുക്ക് അത്ഭുതം തോന്നിക്കുന്നതും അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് കുറച്ചൊരു മിസ്റ്ററി ഒക്കെ തോന്നിക്കുന്നതും പിന്നെ ഹൊറർ അതുപോലത്തെ സംഭവമൊക്കെയാണ് നമുക്ക് ഈ ഒരു സൂപ്പർ നാച്ചുറലിസത്തിനകത്ത് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഇമാജിനേഷനിൽ വരുന്ന എന്തും സൂപ്പർ നാച്ചുറലാണ്, റിയൽ അല്ലാത്ത എന്നാൽ നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, അതാണ് സൂപ്പർ നാച്ചുറൽ. അടുത്താണ് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ റൊമാൻറ്റിക് പോയറ്റ്. Subjective poetry is a kind of poetry in which the poet goes into himself and finds his inspiration from his own experience, thoughts and feelings. Most of the romantic poets are subjective in sense. Example, Keats' Ode to Nightingale is basically based on personal matter. Okay, സബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു പോയിറ്റ്സ് എവിടെയും ഇൻസ്പിറേഷൻ തേടി പോകത്തില്ല. അതിന് പകരം ഇൻസ്പിറേഷൻ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഉള്ളിൽ തന്നെ ഇൻസ്പിറേഷൻ കണ്ടെത്തുക. അതായത് അവരുടെ ജീവിതാനുഭവങ്ങൾ എക്സ്പീരിയൻസ് വെച്ചും അവരുടെ തോട്ട്സ് വെച്ചും അവരുടെ ഫീലിങ്സ് വെച്ചും ഇൻസ്പിറേഷൻ കണ്ടെത്തി അതിൽ നിന്ന് ഒരു വർക്ക് എഴുതിയെടുക്കലാണ്
സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി പോയറ്റ്സും ഈ ഒരു സെൻസിലാണ് എഴുതിയിരുന്നത്. അതായത് ഇൻസ്പിറേഷൻ ഫ്രം ഇൻസൈഡ് ദെംസെൽഫ്. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് കീറ്റ്സിൻ്റെ ഓഡ് ടു ദ നൈറ്റിംഗേളാണ്. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ മാറ്റേഴ്സും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വെറൈറ്റി ഓഫ് മൂഡ് ഇൻ റൊമാൻറ്റിക് poetry come across an endless varieties. The poetry of this age has varied as character and mood of different writers. നമ്മൾ പറഞ്ഞില്ലേ, ഇമാജിനേഷൻ, ഓരോരുത്തരുടെ ഇമാജിനേഷൻ ഡിഫറെൻ്റാണ്. 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുടെ ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആണ്. 100 പേര് ഇമാജിൻ ചെയ്ത് എഴുതുന്ന വർക്കും 100 തരമാണ്. അപ്പം എത്ര പോയിറ്റ്സ് ഉണ്ടോ അവരുടെ അത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് ഇൻസ്പിറേഷൻ തേടി അവർ വേറെ എവിടെയും പോകുന്നില്ല, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇൻസ്പിറേഷൻ എടുക്കുന്നത്. സോ അവർ എഴുതുന്ന വർക്കും 1 by 1 ഡിഫറെൻ്റ് ആയിരിക്കും. ഈച്ച് അവർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് വെറൈറ്റി ഓഫ് മൂഡ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റിലോട്ട് പോകുകയാണെങ്കിൽ സിംപ്ലിസിറ്റി ഇൻ സ്റ്റൈൽ. ദ സ്റ്റൈൽ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ് ഈസ് വേരിയഡ് ബട്ട് ദ സ്ട്രെസ് വാസ് ലെയ്ഡ് ഓൺ സിംപ്ലിസിറ്റി. അപ്പോൾ റൊമാൻറ്റിക് അവർ എഴുതിയിരുന്ന സ്റ്റൈൽ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്റ്റൈലായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ മോഡ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് ക്ലാസിക്കൽ പോയിറ്റ്സ് we have a natural diction and spontaneous way of expressing thoughts in romantic poetry. Romantic poets believe in simplicity in their life. In their style, they followed the simplicity in their works. They not followed the artificial mode of expression of classical poetry. They have expressed thoughts in natural diction and spontaneous way. അപ്പം ഇതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ അവർ നേരത്തെ ഒക്കെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഒരു വർക്ക് എഴുതണം എന്നുള്ള. അതെല്ലാം മാറ്റി സിമ്പിളും നാച്ചുറൽ ആയിട്ടുള്ള ഡിക്ഷൻ എന്ന് വെച്ചാൽ വേർഡ് ലാംഗ്വേജ് യൂസ് ചെയ്തു. സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതി. ആ സ്പോണ്ടേനിറ്റി, അതായത് ആ ഒരു വരുന്ന രീതിയിൽ തന്നെ കോമൺ മാനിന് ആർക്കും വായിച്ചാലും മനസ്സിലാകുന്ന രീതിയിലാണ് അവർ എഴുതിയിരുന്നത്. അല്ലാതെ ആർട്ടിഫിഷ്യൽ മോഡ് ഓഫ് എക്സ്പ്രഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ടാണ് അവർ എഴുതിയത്. അടുത്ത നമ്മുടെ പോയിൻ്റാണ് ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ. ഇൻ റൊമാൻറ്റിക് പീരിയഡ് റീസൺ ആൻഡ് ഇൻ്റലക്ട്സ് വെർ സബ്ഡ്യൂഡ് ആൻഡ് their place was taken by imagination, emotion and passion. In the poetry of all romantic poets we find heightened emotions, sensibilities and imaginative flights of genius boarding on heavenly heights uncrossed by the poets of പ്രീവിയസ് ഏജ്. അപ്പം ഇവരെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇലവേറ്റഡ് ആയിട്ടുള്ള ഇമാജിനേഷനും ഇമോഷനും പാഷനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ ഒരു കുറച്ചും കൂടി ഹൈറ്റ് ചെയ്ത് ഹെവൻലി ആസ്പെക്റ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് വർക്കുകൾ എഴുതിയിരിക്കുന്നത് കമ്പയറിങ് ടു ദ പ്രീവിയസ് ഏജ്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് ഓതേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഇറ അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡ്. ഫസ്റ്റത്തെയാണ് വേർഡ്സ്വർത്ത്. നമ്മൾ ഇവർ ജനിച്ച വർഷം വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇവർ ജീവിച്ച കാലഘട്ടം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഒരു 5 പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ഷെല്ലി, ബ്ലെയ്ക്ക്. ഇവരെല്ലാം റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ്. ഏർലി റൊമാൻറ്റിക്കും ഉണ്ട്, ലേറ്റ് റൊമാൻറ്റിക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെയാണ് വേർഡ്സ്വർത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് വേർഡ്സ്വർത്ത്. റൊമാൻറ്റിസിസം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിഗാൻ വിത്ത് ഇറ്റ്സ് പബ്ലിക്കേഷൻ ഓഫ് ലിറിക്കൽ ബാലഡ് വിത്ത് കോ-ഓതർ ആൻഡ് ഹിസ് ഫ്രണ്ട് എസ്.ടി. കോളറിഡ്ജ്. അപ്പം ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് പുള്ളിക്കാരൻ്റെ ആ ഒരു വർക്കില്ലേ ലിറിക്കൽ ബാലഡ് അത് പബ്ലിഷ് ചെയ്തതോടെയാണെന്നാണ് പറയുന്നത്. He was also the poet laureate of England from 1843 till his death 1850. ഇനി അടുത്താണ് കോളറിഡ്ജ്. എസ്.ടി. കോളറിഡ്ജ് അല്ലെങ്കിൽ സാമുവൽ ടൈലർ കോളറിഡ്ജ് was another great poet of romantic era. He was a good friend of William Wordsworth and they together published a lyrical ballad which remarked the beginning of romanticism. അത് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. കോളറിഡ്ജ് contributed in romantic movement with 2 best poems, The Time of Ancientum, ക്രിസ്റ്റബൽ. ഈ 2 പോയംസും പിന്നെ കുബ്ലഹ എന്ന് പറഞ്ഞ വർക്ക്. ഇത് 3ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമുവൽ ടൈലർ കോളറിഡ്ജിൻ്റെ വർക്കുകൾ. ഇനി അടുത്താണ് ജോൺ കീറ്റ്സ്.
ജോൺ കീറ്റ്സ് വാസ് വൺ ഓഫ് ദി പ്രോമിനൻറ്റ് ഫിഗർ ഓഫ് ദി സെക്കൻഡ് ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഏർലി റൊമാൻറ്റിക്, ലേറ്റ് റൊമാൻറ്റിക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷനകത്ത് വരുന്നതാണ് കീറ്റ്സ്. ഹിസ് റെപ്യൂട്ടേഷൻ ഗ്രൂ ആഫ്റ്റർ ഹിസ് ഡെത്ത്. അപ്പം മരിച്ചു കഴിഞ്ഞാണ് ഈ ഒരു ജോൺ കീറ്റ്സിൻ്റെ വില, നമ്മൾ പറയത്തില്ലേ ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില അറിയത്തില്ല, മരിച്ചു കഴിയുമ്പോൾ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ കീറ്റ്സിനെ വർക്കുകളെല്ലാം അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. ഹിസ് ഫേമസ് വർക്ക് ആർ ഓഡ് ടു നൈറ്റിംഗേൾ ആൻഡ് വെൻ ഐ ഹാവ് ഫിയേഴ്സ്. ഇത് രണ്ടാണ് പുള്ളിക്കാരൻ്റെ വർക്ക്. ഇനി അടുത്താണ് പി ഷെല്ലി. പി ഷെല്ലി വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് ഫ്രണ്ട് ഓഫ് ജോൺ കീറ്റ്സ്. അപ്പം ഇവർ രണ്ടുപേരും ജോൺ കീറ്റ്സിൻ്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സമയത്തായിരിക്കും. അപ്പം ലേറ്റ് റൊമാൻറ്റിക് ആണ്. ഹൂ കോൺട്രിബ്യൂട്ടഡ് ഇൻ ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം എലോങ് വിത്ത് ജോൺ കീറ്റ്സ്. ഹിസ് ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ദ ടൈം വെർ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ആൻഡ് ഡിഫെൻസ് ഓഫ് പോയട്രി. അപ്പോൾ ഇത് രണ്ടാണ് നമ്മുടെ ഷെല്ലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്ക്. ഇനി വില്യം ബ്ലേക്ക് was highly influential figure in the history of Romantic era. His poetry often accompanied by fantastic imaginary, songs of innocence and songs of innocence പിന്നെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസും ആണ് പുള്ളിക്കാരൻ്റെ രണ്ട് ഗ്രേറ്റ് ആയിട്ടുള്ള വർക്ക്. പഠിക്കാനുള്ള മറ്റേത് ടൈഗർ, ദ ലാമ്പ്, അതൊക്കെ ഇതിൽ വരുന്നതാണ്. സോ ഇത്രയാണ് ഓതേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ചെറിയൊരു കൺക്ലൂഷനും കൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ദ റൊമാൻറ്റിക് പീരിയഡ് വാസ് വൺ ഓഫ് മേജർ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി ചേഞ്ചസ് ഇൻ ഇംഗ്ലണ്ട്. അപ്പം ഈ ഒരു റൊമാൻറ്റിക് പീരിയഡാണ് മേജറായിട്ടുള്ള സോഷ്യലും പൊളിറ്റിക്കലും ലിറ്റററി ചേഞ്ചസ് ഒക്കെ ഇംഗ്ലണ്ടിൽ വന്നത്. റൊമാൻറ്റിസിസം ഇൻ ലിറ്ററേച്ചർ കൺസേൺ വിത്ത് ടു ബേർഡ്സ്, റോക്ക് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻ. ഇത് നമ്മൾ നോക്കിയായിരുന്നു നേരത്തെ ഇൻട്രൊഡക്ഷനകത്ത്. രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, ഒന്ന് ഇമോഷനും രണ്ട് ഇമാജിനേഷനും. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ റീഡേഴ്സ് ടു എ വേൾഡ് ഓഫ് സ്ട്രേഞ്ചസ് ആൻഡ് ബ്യൂട്ടി ആസ് വെൽ ആസ് പേറ്റർ കൺസിഡേർഡ് ഇറ്റ് ആസ് ദി അഡീഷൻ ഓഫ് സ്ട്രേഞ്ച്നെസ് ഇൻ ബ്യൂട്ടി. ഓക്കെ, പ്രീറ്റർ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ പറയുന്നത് അഡീഷൻ ഓഫ് സ്ട്രേഞ്ചസ് ഇൻ ബ്യൂട്ടി എന്നാണ്. കോട്ട് ചെയ്യാനൊക്കെ നല്ല സംഭവമാണ്, വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളാം. Thus, the two most prominent elements of romanticism are curiosity and beauty. രണ്ട് എലമെൻറ്റ്, റൊമാൻറ്റിസിസത്തിന് രണ്ട് എലമെൻറ്റ് നമുക്ക് ക്യൂരിയോസിറ്റിയും ബ്യൂട്ടിയാണ് പറയാൻ പറ്റും. റൊമാൻറ്റിസിസം ഓൾസോ സ്റ്റാൻഡ് ഫോർ ഫ്രീഡം ആൻഡ് ലിബർട്ടി ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ലിറ്ററലിസം ഇൻ ലിറ്ററേച്ചർ എന്നാണ് നമ്മുടെ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിനെ പറയുന്നത്. സോ ഇത്രയാണ് വീഡിയോ. ഇതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. ടെക്ലയർന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് വെച്ച് നിങ്ങൾ കയറി ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക. അടുത്തൊരു വീഡിയോ കാണാം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.